നമസ്കാരം, ബിസിനസ് സ്റ്റാറിലേക്ക് സ്വാഗതം. ഇന്ന് ബിസിനസ് സ്റ്റാറുമായി കാസർഗോഡ് നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് എത്തിയിരിക്കുന്നത്. കാസർഗോഡിന് ഏറ്റവും കൂടുതൽ പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് കാസർഗോഡിലെ ഏറ്റവും കൂടുതൽ ഉജ്ജ്വലമായി പ്രകാശിച്ചു നിൽക്കുന്ന ആ ഒരു ബിസിനസ് സ്ഥാപനമാണ് സ്പോട്ട്ലൈറ്റ്. ലൈറ്റ് എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് അന്ധകാരം മാറ്റി പ്രകാശം പരത്തുന്നു. എന്നാൽ ആ പ്രകാശം തന്നെ വിവിധ വികാരങ്ങൾ പ്രതിഫലിപ്പിക്കുന്നു. അതാണ് സ്പോട്ട്ലൈറ്റിൻ്റെ ഒരു പ്രത്യേകത. എന്തായാലും സ്പോട്ട്ലൈറ്റിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാനും ഒക്കെ മാനേജിങ് പാർട്ട്നേഴ്സ് ആയി കഴിഞ്ഞ ആയ ഷമീം ആൻഡ് അഷ്റഫ് നമ്മോടൊപ്പമുണ്ട്. വെൽക്കം ഷമീം ആൻഡ് അഷ്റഫ്. പിന്നെ നമുക്ക് ഈ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പായി കുറച്ച് സ്വകാര്യങ്ങളിലേക്കൊക്കെ കടന്നിട്ട് ഇങ്ങോട്ട് വരാം. ഈ ഒരു ബിസിനസ്സിലേക്ക് വേണ്ടി ഇങ്ങനെ ഒത്തുചേരാനുണ്ടായ ഒരു ഘടകം എന്തായിരുന്നു? ഒരു പാർട്ട്നേഴ്സാണ് നിങ്ങൾ. ഈ ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ രഹസ്യം? ഞങ്ങൾ കുറേ വർഷമായിട്ട് പരിചയമുള്ളത്. എൻ്റെ ഒരു സിസ്റ്ററിനെ കൂടിയാണ് ഇദ്ദേഹം കല്യാണം കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ബ്രദറിനുള്ള കൂടെയാണ്. പിന്നെ ഞങ്ങൾക്ക് ഒരു ഒത്തുപോകും തോന്നി. പിന്നെ ഇവിടെ ഇങ്ങനത്തെ ഒരു ലൈറ്റ് ഷോപ്പ് ഇല്ല. അപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പോട് കൂടി തുടങ്ങാന്നുള്ളൊരു ആലോചിച്ച് പിന്നെ അങ്ങനെ തുടങ്ങി. എന്താണ് അത് തന്നെയാണ് കാര്യം. പാർട്ട്നേഴ്സ് ആകുമ്പോൾ പിന്നെ രണ്ട് അഭിപ്രായം വരാൻ വഴിയില്ല അല്ലേ? ഞങ്ങൾ നേരത്തെ ഓൾറെഡി വേറെ ബിസിനസ്സിലൂടെ ഉള്ളതാണ്. അതിനെ കുറിച്ചൊന്ന് പറയാം, മുൻകാല ബിസിനസിനെ കുറിച്ച്. ഞാൻ ആദ്യമായി ഗൾഫിലായിട്ടുണ്ടായിരുന്നത്. ഗൾഫിലെവിടെ? ഗൾഫിൽ ഞാൻ അബുദാബിയിലുണ്ടായിരുന്നു. അബുദാബിയിൽ ഒരു ബിസിനസ് ഐഡിയ ഒക്കെ അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നാട്ടിൽ വന്നപ്പോൾ നമ്മൾ എൻ്റെ വേറെ കോബ്രതുമായി ഒരു ടൈപ്പിൽ ഒരു ഫുഡ് വെയർ ബിസിനസ്സാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. കല്യാണത്തിന് ശേഷം പിന്നീട് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പും ഈ കല്യാണത്തിന് ശേഷമാണ് നല്ല ഫ്രണ്ട്ഷിപ്പോടെ ഈ കോബ്രത്തിനൂടെ വന്ന് ചേർന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഈ കൂടുതൽ ഇതിനെ പറ്റി ഇങ്ങനെ കല്യാണത്തെ സംസാരിച്ച് നമുക്ക് ഇങ്ങനെയുള്ള ഒരു ലൈറ്റ് ബിസിനസ് മൂപ്പറാണ് ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവരുന്നുണ്ട്. വെക്കണം കാസർഗോഡ് ഒന്നും ഇല്ലാത്തൊരിതാണ് വലുതായ ഷോറൂം. അപ്പോൾ എല്ലാവരും മറ്റുള്ള ജില്ലയ്ക്കോ അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റിലേക്കാണ് ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കി ഒരു സേവനം കൂടെ. അതുപോലെ ഈ സ്പോട്ട്ലൈറ്റ് എന്ന് കേൾക്കുന്നത് ഇതിൻ്റെ പരസ്യമൊക്കെ കാണുമ്പോൾ ഇതിൻ്റെ ഉടമസ്ഥർ അല്ലെങ്കിൽ ഇതിൻ്റെ അവകാശികൾ വളരെ പ്രായവും പക്വതയൊക്കെ ഉള്ള ആൾക്കാർ ആയിരിക്കുന്നു. പക്ഷെ കണ്ടിട്ട് രണ്ടുപേരും വളരെ പ്രായം തോന്നില്ല. അതോ ഇനി കാസർഗോഡുള്ളവർക്കൊക്കെ പൊതുവെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് വളരെ യങ് ആയിട്ട് തോന്നുന്നതാണോ? അല്ല, പ്രായം കുറവ് തന്നെയാണ്. എന്തായാലും ഞങ്ങൾ രണ്ടുപേരല്ലാണ്ട് ഒരാളും കൂടിയുണ്ട്. പുള്ളി അങ്കിള് ഇപ്പൊ അവര് പുറത്തുള്ളത് ഗൾഫിലാണ്, പർച്ചേസിന് പോയിട്ടുണ്ട്. ഇനി നമുക്ക് സ്പോട്ട് ലൈറ്റിലേക്ക് വരാം. അതായത് സ്പോട്ട് ലൈറ്റ് എന്ന് പറഞ്ഞ ഈ ഷോപ്പിൽ കയറുമ്പോൾ തന്നെ മറ്റ് ഭൂമിയിൽ നിന്നും മറ്റൊരു ലോകത്തൊരു നക്ഷത്ര ലോകത്തെത്തിയൊരു പ്രതീതി. എന്തായിരുന്നു ഇത്തരത്തിൽ ഒരു ആശയം നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരാനുള്ളൊരു സാഹചര്യം? അത് കാസർഗോഡ് തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാനുണ്ടായ സാഹചര്യം? അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു പാർട്ട്ണറും കൂടിയുണ്ട്. അവർക്ക് വീട് വെക്കുന്ന സമയത്ത് ഈ ലൈറ്റ്സും ബാക്കിയെല്ലാം ആവശ്യമുണ്ടായിരുന്നു. അത് കാസർഗോഡ് നിന്ന് എനിക്ക് വാങ്ങാൻ പറ്റിയില്ല. മാംഗ്ലൂരും ബാക്കി പുറത്ത് പോയിട്ട് വാങ്ങിയത്. അപ്പം ഞങ്ങൾക്ക് തന്നെ തോന്നി, നമ്മൾ ഇതേ ബിസിനസ് ഫീൽഡിലുള്ള ആളല്ലേ, ഒന്നും കൂടി ഈ ഐറ്റംസിൻ്റെ ഒരു ഷോപ്പ് ഇട്ടെങ്കിൽ എന്ത്. അങ്ങനെയാണ് ഞങ്ങൾ ഈ ആശയം കൊണ്ടുവന്നത്. അത് തന്നെയായിരുന്നു പിന്നെ ഈ നിങ്ങൾക്ക് ഒരേ അഭിപ്രായം കേട്ടോ. അതായിരിക്കും നിങ്ങളുടെ ഈ പാർട്ണർഷിപ്പിനെ കുറിച്ച്. പൊതുവെ നിങ്ങളുടെ അല്ല പറയുന്നത്, പാർട്ണർഷിപ്പിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? പാർട്ട്ണർഷിപ്പ് നമ്മൾ തുറന്നതായിട്ടുള്ള ഒരു സമീപനം ഉണ്ടെങ്കിൽ പാർട്ട്ണർഷിപ്പ് എപ്പോഴും നല്ലൊരു മുന്നേറും. ഞങ്ങളെ സംബന്ധിച്ചോളം എന്തും ഒരു തുറന്നായിട്ടുള്ള, ഇപ്പോൾ ഒരു എനിക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിലും അതൊരു മൂപ്പർ ഓക്കെ, ഇപ്പം അവരുടെ അഭിപ്രായം നമ്മൾ ഓക്കെ. അപ്പോൾ നല്ലൊരു കൂട്ടായ്മമായ ഒരു ഏറ്റവും നമുക്കത് മുന്നോട്ട്. അല്ലാണ്ട് നമ്മുടെ മനസ്സിനകത്തൊന്ന് വെച്ച് പുറത്ത് പോകുന്ന വെച്ചാൽ പാർട്ട്ണർഷിപ്പിനെ പ്രസക്തി തുറന്നായിട്ട് നമ്മളൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും നന്നായിട്ട്. പാർട്ട്ണർഷിപ്പിന്റെ ഒരു സൗകര്യങ്ങൾ എന്തൊക്കെയാണ്, ഗുണങ്ങൾ? പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾക്ക് ഇപ്പോൾ ഒരു ഇൻഡിവിജ്വലായ നമ്മൾക്ക് ഇപ്പം നമ്മൾ കൂടുതൽ നമ്മളെന്ന് ശ്രദ്ധിക്കേണ്ടി വരും. അപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇപ്പം എന്തെങ്കിലും ചില ബിസിനസ്സിലായ ചില ഐഡിയാസുകൾ, ചിലപ്പോൾ കൂടുതൽ ബിസിനസ് ഡെവലപ്മെന്റ് എന്നുള്ള കാര്യത്തിലേക്ക് പാർട്ട്നേഴ്സിനോട് ഉപകാരപ്പെടും.
ഇനി നമുക്ക് ഈ ലൈറ്റുകളെ കുറിച്ചൊന്ന് സംസാരിക്കാം. ഇപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ലൈറ്റുകൾ ഇപ്പോൾ കേരളത്തിൽ പൊതുവെ ഈ വൈദ്യുതി ക്ഷാമം ഉള്ള ഒരു സംസ്ഥാനമാണ്. കേരളത്തിലല്ല, ഒരു സൗത്ത് ഇന്ത്യയൊക്കെ എടുക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മുടെ ഇത്തരത്തിലുള്ള ഈ ലൈറ്റുകൾ ആ ഒരു കറണ്ട് ബില്ലിനെ എത്രത്തോളം സ്വാധീനിക്കും? കാരണം ഇത് വാങ്ങുന്നവരുടെ ഒരു ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാൻ പറയുന്നതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ കേരള ഗവൺമെൻറ് തന്നെ ഇപ്പോൾ CFL-നാണ് കൂടുതൽ കൊടുക്കുന്നുണ്ട്. മറ്റ് 40% പകരം CFL ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇതിലാണ് അല്ലെങ്കിൽ 5% CFL-ഒക്കെ ആണ് നമ്മൾ കൂടുതൽ ഇതിനുള്ള എല്ലാവരും 5% CFL. ഇതിൽ കളേഴ്സ് ഉണ്ട് ഇഷ്ടംപോലെ. അതിൻ്റെ വാം എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പ്ലെയിൻ. അപ്പം നമുക്ക് അതനുസരിച്ച് നമുക്ക് ഇടാം. അപ്പം നമുക്ക് സാധാരണ വീട്ടിലേക്കുള്ള വെളിച്ചം ഇതിലൂടെ നമുക്ക് ആവും. അപ്പോൾ ഈ കറണ്ട് ബില്ലിനെ കുറിച്ച് ചിന്തിക്കണ്ട, വേണ്ട. CFL-ഉം അതുപോലെ തന്നെ LED ഒരു ഐറ്റംസ് വന്നിട്ടുണ്ട് ഇപ്പോൾ അതാണ് കൂടുതൽ പോകുന്നത്. LED-ക്ക് നല്ല റേഞ്ച് ഉണ്ടോ? അതായത് നമ്മുടെ ഒരു സാധാരണ ലൈറ്റിന്റെ പ്രകാശം പോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാനുള്ള കഴിവ് LED-ക്ക് ഉണ്ടോ? അല്ലെ, അതുണ്ടെങ്കിൽ LED-ക്ക് മുമ്പില്ല, ഇപ്പോൾ ഓരോ പുതിയ അതിന്റെ ഐറ്റംസ് വരുന്നുണ്ട്, പ്രകാശം കൂടുന്നതല്ലോ. ഇനിയിപ്പോൾ അതിനേക്കാൾ കൂടുതലുള്ള വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. LED വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ കറണ്ട് ബില്ലിനെ കുറിച്ച് പേടിക്കുകയാണ്. ഒരുപാടുണ്ട്. ഇപ്പൊ നമ്മുടെ തന്നെ ഉണ്ട്. അതൊരു സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ് സാധാരണ ഏറ്റവും കൂടുതൽ വെളിച്ചം 150 വാട്ട്സിന്റെ ഫോക്കസ് ആണ്. LED ആണോ? LED ആണ്. 12 വാട്ട്സ് കൊണ്ട് അത് നമുക്ക് LED ആണ്. അപ്പൊ 170 സ്ഥലത്ത് നമുക്ക് 12 വാട്ട്സ് കണ്ടിട്ടില്ലേ, എത്ര ലാഭിക്കാം നമുക്ക്. അതെ. അപ്പൊ അത് ബ്രൈറ്റ് അതിന്റെ ഇതിൽ കിട്ടും.